ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വൈഷുവിൻ്റെ സ്കൂളിലെ പഠനോത്സവമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തുകൊണ്ട് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ തന്നെ ഒരു പിക്ചർ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അതുപോലൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാനാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മൾ ഏകദേശം അതുപോലൊക്കെ ആക്കി ഉണ്ടാക്കിക്കൊണ്ട് പോകാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്നോടാണ് പറഞ്ഞത് വൈഷുവിന് എന്തായാലും ഇത് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം എന്നെ ഉദ്ദേശിച്ചിട്ടാണ് അവർ പറഞ്ഞത്. എന്നാലും എനിക്കും അത്ര വൃത്തിയായിട്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പം ഞാനത് നേരെ ഏട്ടൻ്റെ കയ്യിലോട്ട് കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ഏട്ടനാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് തുടങ്ങുകയാണ്. അപ്പം ഇത് 2-3 ദിവസം കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ ഫുള്ള് ഞാൻ കാണിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മുടെ ഡെയിലിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറച്ച് പൈസ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി വാങ്ങിച്ചതാണ്. നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്തൊരു കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആദ്യം ഞാൻ കുറച്ച് ചാർട്ട് പേപ്പർ വാങ്ങിച്ചു, കുറച്ച് കളറിലുള്ള ചാർട്ട് പേപ്പേഴ്സൊക്കെ വാങ്ങിച്ചു, പിന്നെ ഗമ്മ് വാങ്ങിച്ചു, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ഇതൊക്കെ ഏട്ടൻ കൊണ്ടുവന്നതാണ്, കാർഡ്ബോർഡ്. അതുപോലെ ഏട്ടനും കുറച്ച് ഗമ്മൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വന്നത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കാണാൻ കേട്ടോ ഇതെന്തായി തീരും എന്നുള്ളത്. മതി. അതുപോലെ നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ 2 വാവന്മാരും നമ്മുടെ കൂടെ തന്നെ കാണും കേട്ടോ. അതുകൊണ്ട് നമുക്ക് ക്ലിയറായിട്ടൊന്നും എല്ലാം ചെയ്യാൻ പറ്റില്ല. അവരെന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൂടെ വന്ന് കൈയിടുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ എടുത്ത് മിസ്സാക്കിയൊക്കെ ചെയ്യും കേട്ടോ, എന്ത് സാധനമായാലും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാലും ഞങ്ങൾ എല്ലാം വെച്ചും കുറച്ചൊക്കെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ആദ്യത്തെ ദിവസത്തെയാണ് ഈ ഒരു സംഭവം. അപ്പോൾ പിറ്റേന്ന് ഞങ്ങൾ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ വിചാരിച്ചിരുന്നെങ്കിൽ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് സ്വസ്ഥമായിട്ടിരിക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കണമെന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്തൊരു ദോശക്കടയിൽ വന്നിരിക്കുകയാണ്. അവിടെ നല്ല അടിപൊളി മസാല ദോശകളുണ്ട് കേട്ടോ, വെറൈറ്റീസ് ഉണ്ട്, കുറേ വെറൈറ്റീസ് ഉണ്ട്. കല്ലുമ്മക്കായ, കക്ക, അതുപോലെ പിന്നെ ചിക്കൻ, ബീഫ്, അങ്ങനെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ മസാല ദോശയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിക്കുന്ന സ്ഥിരം മേടിക്കുന്നത് സാദാ ദോശയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പ്ലെയിൻ ദോശ എന്ന് പറയും. നമ്മുടെ സാദാ കുഞ്ഞു ദോശയല്ല, പ്ലെയിൻ ആയിട്ടുള്ള ദോശ. അതുപോലെ ഗീ റോസ്റ്റും ഒന്നുമല്ല,
പ്ലെയിൻ ദോശയാണ് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ്. ബാക്കിയുള്ള മസാല ദോശകളെയൊക്കെ കാട്ടിലും സൂപ്പറാണ് ഈ ഒരു സംഭവം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതാണ് കേട്ടോ ഇഷ്ടം. മാവന്മാർക്കും ഇതാണ് ഇഷ്ടം, എനിക്കും ഇതാണ് ഇഷ്ടം, ഏട്ടനും ഇത് തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട. കുറച്ച് പടിഞ്ഞാറോട്ട് പോയാൽ മതി. അപ്പോൾ അവിടെ വന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ദോശയുടെ കൂടെ നമ്മൾ ഓരോ ചായയും കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 2 ചായ പറഞ്ഞിട്ടുണ്ട്. 2 അല്ല 3 ചായ വാങ്ങിച്ചു. ആദ്യം 2 വാങ്ങിച്ചു. പിന്നെ വാവന്മാർ അടിയായപ്പോൾ പിന്നെ ഒരെണ്ണം കൂടി വാങ്ങിച്ചു. അങ്ങനെ 3 ചായ വാങ്ങിച്ചിട്ടുണ്ട്. ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഏട്ടന് അടിച്ചു മാറ്റി കുടിച്ചു കേട്ടോ. മൈസൂണി ചമ്മന്തിയാണോ ഇഷ്ടം? നമ്മൾ വെള്ള ചമ്മന്തി മാത്രമായിട്ട് തന്നെ. സാമ്പാർ ഞാനെടുക്കാം. എടുക്കാം. പാവ സാമ്പാറാണോ നോക്കുന്നത് അല്ലേ ബാബേ? അവയ്ക്ക് സാമ്പാറാണോ ഇഷ്ടം? ചമ്മന്തി എടുത്തോട്ടെ. തിന്ന് ആർക്കും കൊടുക്കരുത്. അങ്ങനെ വെക്കും. ഏട്ടൻ വെക്കട്ടെ, എനിക്ക് പറ്റുന്നു. അപ്പം നമ്മൾ ദോശ ചുടുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് കേട്ടോ ദോശ ഇടുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അവർ ഉണ്ടാക്കി ആ ഒരു ഫുൾ പ്രോസസ്സ് കഴിയണ്ടേ, അപ്പോൾ അതുവരെ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു നിന്നു. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ വീട്ടിലോട്ട് വന്ന് നമ്മുടെ പണി ദേ ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി കേട്ടോ. ഇനി ഒരു കുഞ്ഞ് പരിപാടിയും കൂടെ ഉള്ളൂ, ഒന്ന് കളർഫുള്ളാക്കണം. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് വർക്കും കൂടിയേ ഉള്ളൂ. ബാക്കി പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. എന്തെങ്കിലും ചെയ്യണം നോക്കട്ടെ. ചെരുപ്പിട്ടോണ്ട് വാ.
നമ്മൾ മടൽ വെട്ടുകയാണ് ഗൈസ്. അടിക്കാൻ പോവുകയാണ് വൈശുവിനെ മടൽ വെട്ടി അടിക്കാൻ പോവാണ്. ഇത്രയും കമ്പ് മതിയോ? ഇത്ര മതിയോ? ആ നീ ഒന്ന് വിളി കേക്ക്. ആ അടിപൊളിയാണല്ലോ. സൂപ്പർ. അങ്ങനെ 2-3 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ പാർട്ടിയെയും കൊണ്ട് നമ്മൾ സ്കൂളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് വൈശുവിൻ്റെ ഫ്രണ്ടാണെന്നാണ് കേട്ടോ ഞങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാ പിള്ളേരും ഇതുപോലെ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവരെ കൊണ്ടാവുന്നത് പോലെ അവരെല്ലാവരും ഓരോന്ന് ചെയ്തിട്ടുണ്ട്. ഇതിപ്പം ഫുൾ ക്രെഡിറ്റ് ഏട്ടനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യം ചെന്നപ്പോഴേ പറഞ്ഞു, ടീച്ചറെ പറ്റുവാണെങ്കിൽ നമുക്കിത് തിരിച്ചു കൊണ്ടുപോകാനുള്ള ഒരു അനുവാദം കൂടി തരണമെന്ന് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്കൂളിൽ അവർ സൂക്ഷിച്ച് തന്നെയാണ് വെക്കുന്നത്. എന്നാലും നമ്മുടെ വീട്ടിലിരിക്കുമ്പം കുറച്ചും കൂടി ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടീച്ചറിന് പറ്റുവാണെങ്കിൽ തന്നുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളപ്പോൾ പേരെഴുതിയിട്ടില്ലായിരുന്നു. അപ്പം അവിടെ ചെന്നപ്പോഴാണ് എല്ലാത്തിനകത്തും പേരെഴുതിയേക്കുന്നത്. അപ്പോൾ ഞാനും അവിടെ നിന്ന് ഒരു സ്കെച്ചൊക്കെ ഒപ്പിച്ച് അങ്ങനെ പേരൊക്കെ എഴുതി വെച്ചു കേട്ടോ, വൈഷ്ണോ ദേവി ജിന്ന്. സ്കൂളിൽ ചെന്നപ്പം അവിടെ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഈ പരിപാടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. പഠനോത്സവത്തിൻ്റെ കുറച്ച് നേരത്തെ പരിപാടിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഉണ്ട്. അപ്പോൾ പേരൻസിനെയും എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ഫുഡ് അവിടെ നിന്ന് കഴിച്ചു. വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാണ് പോയത്. എന്നാലും അവിടെ ചെല്ലുമ്പോൾ ടീച്ചർമാർ നിർബന്ധിക്കും എന്തെങ്കിലും കഴിക്കാൻ. അങ്ങനെ നമ്മൾ വാവന്മാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പുട്ടും കടല ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയിലോട്ട് നേരെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ എനിക്ക് പറ്റുള്ളൂ. വാവ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇടയ്ക്ക് പോയി വന്നും ഒക്കെ നിൽക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു കേട്ടോ. ഭാവിക്ക് ചെറിയൊരു പനിയുടെ ലക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുകയാണെങ്കിൽ ഒരുപാട് കൂടത്തില്ല. അതുകൊണ്ട് ഞാൻ വിളിച്ചു വന്നെങ്കിൽ പോകാമെന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പോകാമല്ലോ. വൈശുവിനെ അവിടെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അവർ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഓരോ കുട്ടികളും ഉണ്ടാക്കിക്കൊണ്ട് വന്ന സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ മണ്ണ് വെച്ചിട്ടുള്ള പടങ്ങളാണ് ഈ കാണുന്നതൊക്കെ. മണ്ണ്, അരി, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പിന്നെ ഈർക്കിൽ, പിന്നെ എന്താണ് തീപ്പെട്ടിക്കൊള്ളി, പിന്നെ കുറേ ചാർട്ട് പേപ്പർ വെച്ചിട്ട് കുറേ സംഭവങ്ങൾ കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മനോഹരമായ രീതിയിൽ പഠിപ്പിക്കുന്ന, അവരെ അണിയിച്ചൊരുക്കുന്ന, അവര് സ്വതന്ത്രമായി ചിന്തിച്ച് അവരെ വളർത്തിയെടുക്കാൻ അവർ പ്രാപ്തരാണ്. അപ്പൊ ഇന്ന് ഇവിടെ അവർ ഒരു വർഷക്കാലം അവർ പഠിച്ചതിന്റെ പിയുടെ ഭാരവാഹി എന്നുള്ള രീതിയിലും അറിയിക്കുന്നു. വട്ടത്തിൽ പപ്പടമുണ്ടേ വട്ടത്തിൽ വട്ടം വട്ടം വട്ടത്തിൽ അമ്പടി മാമൻ വട്ടത്തിൽ വട്ടം വട്ടം വട്ടത്തിൽ പൊട്ടുണ്ടല്ലോ വട്ടത്തിൽ. എങ്ങനെയുണ്ടാവും വട്ടത്തിലുണ്ടാകാം?
അപ്പോൾ നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് മുങ്ങി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ വൈശികത ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കുറിച്ച് തന്നു. അപ്പോൾ ഞാൻ മരുന്ന് വാങ്ങിക്കാൻ നിന്ന സമയത്താണ് കേട്ടോ ഇവിടെ ഈ പരിപാടിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വരുമ്പോഴും ഉള്ള പരിപാടിയാണ് കേട്ടോ അത് ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ഇരിക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്കൂളിൽ വന്നപ്പോഴത്തേക്ക് അവരവിടെ സ്റ്റേജിൽ കയറിയിരുന്ന് ഡാൻസൊക്കെ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ടീച്ചറും ഉണ്ടായിരുന്നു, LKGയിലെ ടീച്ചറാണ്. ടീച്ചറും കുട്ടികളുടെ കൂടെ നിന്ന് ഡാൻസൊക്കെ കളിച്ച് അടിപൊളിയായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. നമ്മുടെ ഡിങ്ങന്റെ പിറന്നാളാഘോഷമാണ് അല്ലേ? പിറന്നാളാഘോഷമായിട്ട് നമ്മുടെ ഡിങ്കനായിട്ട് നമ്മുടെ രാജശ്രീ ടീച്ചറാണ് യഥാർത്ഥ ഡിങ്കൻ, വലിയ ഡിങ്കൻ. നമുക്ക് കൊച്ചു കുട്ടികൾ വേറെ ഡിങ്കൻ. അപ്പൊ ആ പാട്ട് ടീച്ചർ ഇടുകയാണ്, നോക്കിക്കോണേ. അപ്പൊ നിങ്ങൾ താളം അടിക്കുമല്ലോ. രക്ഷിതാക്കളുടെ കയ്യില് താളമൊന്നും കിട്ടിയില്ലെങ്കിൽ കൈയുണ്ട് നമുക്ക് താളത്തിന് അല്ലേ? അപ്പോൾ കുട്ടികളുടെ പരിപാടി കഴിഞ്ഞപ്പോൾ പിന്നെ പേരൻസിനുള്ള പരിപാടിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ പേരൻസിന് കുറേ ടാസ്ക്കൊക്കെ കൊടുത്തു. പെയിൻ്റ് അടിക്കാനും പടം വരയ്ക്കാനും ഒക്കെയുള്ള പരിപാടി ഉണ്ടായിരുന്നു. അപ്പം വാവയുള്ളതുകൊണ്ട് കുറേ പരിപാടിക്കകത്തുനിന്നൊക്കെ ഞാൻ ഒഴിവായി കിട്ടി. പിന്നെ ലാസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ഞാൻ വാവയും കൂടി ഇതിനകത്തോട്ട് എൻഗേജ്ഡ് ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്കും കുറേ ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ ഇത് വൈശുവിന് കിട്ടിയ പേപ്പറാണ് കേട്ടോ. അപ്പോൾ വേറൊരു കുട്ടിയുടെ അമ്മയാണ് അവിടെ നിന്ന് വരച്ചു കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ കയ്യിൽ വൈശിക ഇരിക്കുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം അവിടെ ഇരുന്ന ആളുകൾ തന്നെ എല്ലാം ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വൈശിക ഇവിടെ ഇറങ്ങിയെന്ന് അടിപൊളി പടമൊക്കെ വരയ്ക്കുകയാണ് കേട്ടോ. അതിൽ പേപ്പറിൽ ഒരു ദിവസം പറഞ്ഞു ചെമ്പരത്തി പോയി. അപ്പൊ എന്തായി അത്? എന്ത് വരയ്ക്കുന്നേ? എല്ലാം അറിയാവോ വരയ്ക്കാൻ? നമ്മുടെ സംഖ്യ അതായത് 1 2 അറിയാം. ടീച്ചർ പാടട്ടെ അത്. അപ്പൊ നമ്മുടെ സാറത് വരയ്ക്കും. ഒന്നെന്നിങ്ങനെ എഴുതി, ഒന്നെന്നങ്ങനെ എഴുതി, ഒരു തിരിയുണ്ടാക്കി ഒരു മെഴുകുതിരി. ഒന്നെന്നങ്ങനെ എഴുതി, ഒന്നെന്നിങ്ങനെ എഴുതി, ഒരു തിരിയുണ്ടാക്കി ഒരു മെഴുകുതിരി. എല്ലാരും വരച്ചേ. രണ്ടെന്നിങ്ങനെ എഴുതി, രണ്ടെന്നങ്ങനെ എഴുതി,
ഇങ്ങനെ എഴുതി, രണ്ടെണ്ണം അങ്ങനെ എഴുതി, ചുണ്ടും വന്നു ഉടലും വന്നു, കാലും വന്നു കുഞ്ഞിത്താറാവ്. ആരാണത്? താറാവ്. അറിയണ്ട, വെള്ളത്തിലാണ്, വെള്ളത്തിനടിയിലാണ് കാല്. നോക്കേ, മൂന്നെണ്ണം അങ്ങനെ എഴുതി, മലയാളം പറ. ആ കുഞ്ഞിപ്പൂമ്പാറ്റ. നാല് വഞ്ചികൾ. 4 എഴുതാതെ. എന്താണ് വന്നേ? ആയിക്കപ്പല്ലേ? വരയ്ക്ക്. നീ ഇങ്ങനെ ഒരു വര. ആ, നീ ഇടുന്ന ഒരു ഇല വര. പിടിച്ചോണ്ട് ഒരു വീഡിയോ എടുക്കും. അറിയത്തില്ല, അങ്ങോട്ട് നീങ്ങിയില്ല. പിടിച്ചോണ്ടേ ഇല്ല. പിടിച്ചേ, അങ്ങോ നീങ്ങിയില്ല. താത്തു പിടി. ാണ് കാണിക്കാൻ പോകുന്നത്. മാജിക് ടാപ്പിലേക്ക് എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കൂ. നമ്മുടെ ആർട്ട് ടീച്ചർ ഒരു മാജിക് കാണിക്കാൻ പോവുകയാണ്. മാജിക് ടാപ്പ് ഒരു മാജിക് ടാപ്പാണ്. എല്ലാരും നോക്കിക്കോണേ. വെള്ളം വെക്കുന്നുണ്ട്, നോക്കട്ടെ. മാജിക് വിജയിക്ക് കൈയടിച്ചോ, അല്ലെങ്കിൽ നമുക്ക് ഓടിക്കാം. എന്തോ ചെയ്യണം? ഊട്ട ചെയ്യണം. ഊട്ട കൂട്ടുകൂടാം, പാട്ടുപാടി കൂട്ടുകൂടാം. മണ്ണറിയാം, മിന്നറിയാം, നാടറിയാം, കാടറിയാം. മണ്ണറിയാം, മിന്നറിയാം, നാടറിയാം, കാടറിയാം. മഴയറിയാം, വെയിലറിയാം, മഞ്ഞറിയാം, കാറ്ററിയാം. പുഴയിറങ്ങി, മലയിറങ്ങി, മരം കയറി. കൂട്ടുകാരെ വന്നിടുവിൻ, പാട്ടുപാടി പഠിപ്പിടാൻ, കൂട്ടുചേർന്ന് വെളിയിലത്തെ പാട്ടിലാക്കിടാം. 3 വശം 3 മുല ഉള്ള രൂപം ത്രികോണം, 4 വശമുള്ള രൂപം ചതുർഭുജങ്ങൾ. എതിർവശം തുല്യമായ ചതുർഭുജം ചതുരവും, 4 വശം തുല്യമായ സമചതുരം.
അപ്പോൾ അവിടുത്തെ പഠനോത്സവമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായപ്പോൾ പിന്നെ ചോറ് കൊടുക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ വൈശു പറഞ്ഞ അമ്മച്ചി വാരി തന്നിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് വാവയ്ക്കും കൂടി കുറച്ച് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പക്ഷേ വാവ തിന്നില്ല കേട്ടോ. വാവ കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. എന്തായാലും വൈശു നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചപ്പോൾ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനും കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇറങ്ങാറായപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ എന്നെങ്കിൽ മോളെ കൂടി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങി കേട്ടോ. ഇറങ്ങി ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ആയപ്പോൾ മാഗിയും കട്ടനും എല്ലാം ആക്കി കുടിച്ചു. പിന്നെ കുറച്ച് തണ്ണിമത്തനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി തിന്നു. നല്ല തണുപ്പുണ്ട്, പക്ഷെ ഇപ്പോൾ കൊള്ളാട്ടോ. ആദ്യം മേടിച്ചപ്പോൾ കൊള്ളത്തില്ലായിരുന്നു, പക്ഷെ 2 ദിവസം ഇരുന്നപ്പം ഫ്രിഡ്ജിനകത്തിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരു തണുപ്പുണ്ട്. എനിക്ക് തണുപ്പ് കഴിച്ചുകൂടാ, എന്നാലും കഴിച്ചു നോക്കിയപ്പോൾ കൊള്ളാം. ഇത് മഞ്ഞ കളറാ തൊലി, കൊള്ളാം. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ആസ്ഥ ക്ലിനിക്ക് എന്ന് പറയുന്ന ഒരു ക്ലിനിക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തൈറോയിഡിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തൈറോയിഡ് കൂടുതലാണ്. എന്ന് വെച്ചാൽ കൂടാൻ കാര്യം ഇടയ്ക്ക് ഞാൻ ഒരാഴ്ച ഒന്ന് മിസ് ചെയ്തു കേട്ടോ ഗുളിക. അപ്പോൾ എനിക്ക് പിന്നെയും വന്നു. അതുപോലെ തന്നെ ബ്ലഡും കൂടി ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലഡ് കൗണ്ട് ഒരുപാട് കുറവാണ് കേട്ടോ, ഒരുപാട് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഒന്നും ഒരു മൂഡും ഇല്ലായിരുന്നു. ക്ഷീണം എപ്പോഴും കിടത്താം അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു. ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ശരിക്കും സംഭവം കേട്ടോ. അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാനൊന്നും പറ്റാത്തത്. അപ്പം ഗുളികയൊക്കെ കഴിച്ചു. അപ്പോൾ ഇപ്പം നല്ല മാറ്റമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു. പിന്നെ നമ്മൾ രാത്രിയിലത്തേക്ക് ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ മുട്ടക്കറിയും അതുപോലെ പുട്ടും ആക്കാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ രാവിലത്തെ കുറച്ച് പുട്ടുപൊടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ബാക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിയിൽ എന്തെങ്കിൽ പുട്ട് തന്നെ ഉണ്ടാക്കാം. അതാകുമ്പം ഇവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, ഏട്ടനും ഇഷ്ടമാണ്. പക്ഷേ ഏട്ടൻ കഴിച്ചില്ല കേട്ടോ. ഏട്ടൻ എന്തോ പുറത്തുനിന്ന് എന്തോ ഫുഡ് കഴിച്ചിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ പുട്ടും മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ്. അതുപോലെ തന്നെ കുറച്ച് മുന്തിരിങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇതേ വൈശിക ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ മുന്നേ പുട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കുന്നുണ്ട്, എന്നാലും ഇടയ്ക്കൂടെ പുട്ടും കഴിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നന്നായിട്ട് പുട്ട് കഴിച്ചു രണ്ടുപേരും. ഞാനും കഴിച്ചു കേട്ടോ നന്നായിട്ട് പുട്ട്. പിന്നെ നമുക്ക് അരി ആട്ടി വെക്കാനുണ്ടായിരുന്നു പിറ്റേന്നത്തേക്ക്. അപ്പോൾ അതൊക്കെ ചെയ്തു. പിന്നെ കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴുകി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ജോലി ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇതൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫായിട്ട് കരുതണം കേട്ടോ. അപ്പോൾ 2-3 ദിവസത്തെ ആണ്, എന്നാലും ലാസ്റ്റ് ഡേയിൽ ഞാൻ കുറച്ച് ജോലിയും കൂടി അതിനകത്തോട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ഇനി വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ.